ബ്രൈറ്റ് നാവിഗേറ്ററിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ കാഴ്ച പോകുന്നത് മലയാറ്റൂരിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇല്ലിത്തോട് എക്കോ ടൂറിസം പ്രോജക്റ്റിൻ്റെ വിശേഷങ്ങളാണ്. സോ നമ്മളൊട്ടും സമയം കളയുന്നില്ല, നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് പോകാം. സ്വാഗതം യൂട്യൂബ് ചാനലായ ബ്രൈറ്റ് നാവിഗേറ്ററിലേക്ക്. ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് സ്മാർട്ട് വിപിൻ കൊച്ചി. സോ മൂവിങ് ഓൺ ടു ദ വീഡിയോ. നമ്മൾ ആദ്യത്തെ കാഴ്ച പോകുന്ന മഹാഗണി തോട്ടത്തിൻ്റെ അകത്തോട്ടാണ്. അപ്പോൾ ഒരു നീണ്ട ഒരു നടപ്പാതയാണ്. അവിടെ വന്നു കഴിയുമ്പോൾ ആദ്യം കണ്ടതൊരു ഒടിഞ്ഞൊരു കസേരയായിരുന്നു, നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ നമ്മളിനി ഇതിൻ്റെ അകത്തോട്ട് പോവുകയാണ്. കിളികളുടെ ശബ്ദങ്ങളും വീടിൻ്റെ ശബ്ദങ്ങളും ഇങ്ങനെ പല സ്ഥലങ്ങളായിട്ട് കേൾക്കാം. ഈയൊരു ഭാഗത്ത് വരുമ്പം പ്രത്യേകിച്ചും നിർദ്ദേശം പറയുന്നത് പ്ലാസ്റ്റിക് കർശനമായിട്ട് നിരോധിച്ചിരിക്കുന്നുണ്ട്. സോ ഒരു കാരണവശാലും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറുകളോ ഈ ഒരു പ്രദേശത്തേക്ക് കൊണ്ടുവരരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയാണ്. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വന്യമൃഗങ്ങളുടെ ഒരു സഞ്ചാര മേഖല ആയതുകൊണ്ട് തന്നെ ഓരോ ഭാഗങ്ങളിലേക്കും നിങ്ങൾ നടന്ന് സഞ്ചരിക്കുമ്പോൾ അതീവ ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമാണ്. ഇവിടെ ഒരു ആനപ്പിണ്ടം കിടക്കുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ആന ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ട്, അവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല കേട്ടോ, അത് ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് മനസ്സിലായി കാണുമല്ലോ അല്ലേ. ഇവിടെ ബിവറേജസ് പ്രൊഹിബിറ്റ് ചെയ്ത, ബിവറേജസ് മീൻസ് ടീ, കോഫി അല്ലെങ്കിൽ സ്നാക്സ് പോലെയുള്ള സംഭവങ്ങൾ ഇവിടെ അവർ നിരോധിച്ചിരിക്കുകയാണ്. വീണ്ടും നമുക്ക് പോകാം, നമ്മുടെ അകത്തോട്ട് നമുക്ക് പോകാം. ഇത് നമ്മൾ പുഴയിലേക്ക് ഇറങ്ങുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് നിർദ്ദേശങ്ങളാണ്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇത് ജസ്റ്റ് നിങ്ങളുടെ ഒരു ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അപ്പോൾ ഇറങ്ങുന്നതിന് മുന്നേ ഈ നിർദ്ദേശങ്ങളൊക്കെ വായിച്ചു നോക്കി നിങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക. നല്ല മനോഹരമായൊരു കാഴ്ച. ഇവിടെ ഞാൻ ജസ്റ്റ് കാല് നനയ്ക്കാൻ കയറിയെങ്കിലും നല്ല തണുപ്പ്, അതോടൊപ്പം തന്നെ ആ ഒരു ഒഴുക്ക് കണ്ടോ, വേറൊരു ഭംഗിയാണ്. പക്ഷേ നമ്മൾ അകത്തോട്ടങ്ങ് പോകരുത്, കാരണം അകത്തോട്ട് പോകും തോറും ആഴം കൂടുതലുണ്ട്, അപകടം പതിയിരിപ്പുണ്ട്. എന്തായാലും നമുക്ക് കുളിക്കാൻ പറ്റിയ നല്ലൊരിടമാണ്. പിന്നെ നല്ലൊരു എന്താ പറയുക, നമുക്ക് ഇവിടെ തന്നെ നോക്കിയാൽ നമുക്ക് പല സ്ഥലങ്ങളിലും ഇരിപ്പിടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ നമുക്ക് കുറച്ച് സമയം നമുക്ക് പ്രൈവറ്റായിട്ട് ഇരിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരിടം തന്നെയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. കുറഞ്ഞ ചെലവിൽ ആൻഡ്രോയിഡ് iOS ആപ്പിലൂടെയും വെബ്സൈറ്റിലൂടെയും നിങ്ങളുടെ നിലവിലെ വ്യവസായമോ അല്ലെങ്കിൽ സ്റ്റോറോ ഓൺലൈനാക്കി മാറ്റിക്കൊണ്ട് നിങ്ങളുടെ ബിസിനസ് മെച്ചപ്പെടുത്തുവാനും അതിലൂടെ ധാരാളം ലാഭങ്ങൾ സൃഷ്ടിക്കുവാനും സാധിക്കുന്നതാണ്. സോ ഇന്ന് തന്നെ ഈ ഒരു സുവർണ അവസരം കരസ്ഥമാക്കുക. താഴെ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെട്ട് ഈ ഒരു സേവനം ഉറപ്പുവരുത്തുക. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ചിത്രശലഭം ഇഷ്ടപ്പെടാത്തവരാരുമില്ല. പക്ഷേ ഇങ്ങനൊരു കാഴ്ച, ധാരാളം ചിത്രശലഭങ്ങൾ ഒരുമിച്ച് കൂടി നിൽക്കുന്ന ആ ഒരു ഭംഗി, ഇത് നമുക്ക് അങ്ങനെ ഒപ്പിയെടുക്കാൻ പറ്റാത്തൊരു കാഴ്ചയാണ്. എന്തായാലും ഈ ഒരു മനോഹരമായ കാഴ്ച നിങ്ങളുടെ നയനങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്.
നോക്കുമ്പോൾ കാണാൻ പറ്റും പല സ്ഥലങ്ങളിലും കയറ് കെട്ടിയിട്ടുണ്ട്. അതായത് അതിനപ്പുറത്തോട്ട് കുളിക്കാനായിട്ട് ഇറങ്ങരുത് എന്ന് സൂചിപ്പിക്കുകയാണ്. കാരണം പല സ്ഥലങ്ങളിലും ആഴങ്ങളുള്ള ഏരിയയാണ്. സോ അപകടം വരാൻ സാധ്യതയുള്ളത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പുഴയിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ ഒരുപാട് നിർദ്ദേശങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം അത് വായിച്ച് നോക്കിയ ശേഷം ശ്രദ്ധിച്ച് കുളിക്കാനായിട്ട് ഇറങ്ങുക. ഒരു കുരങ്ങനെ നമ്മൾ അടുത്ത് നിന്ന് കാണുകയാണ്. പല സ്ഥലങ്ങളിലും ഇങ്ങനെ കുരങ്ങന്മാർ ഓടിച്ചാടി കിടക്കുന്നൊരു കാഴ്ചയാണ്. ആഹാ, എന്താ ഒരു കാഴ്ചയല്ലേ! ധാരാളം സിനിമകൾ ഷൂട്ട് ചെയ്ത ഒരിടമാണ്. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 25-ലധികം ചിത്രങ്ങൾ ഈ ഒരു സ്ഥലത്ത് ചിത്രീകരിച്ചിട്ടുണ്ട്. ചിലത് ഞാൻ പറയാം. ബാച്ചിലേഴ്സ് പാർട്ടി, പുലിമുരുകൻ, അതുപോലെ തന്നെ ആകാശഗംഗ 2, ലവ് ഇൻ സിംഗപ്പൂർ, കൊച്ചി രാജാവ്, കിങ് ലയർ, അതുപോലെ തന്നെ മൂക്കില്ല രാജ്യത്ത്, മുംബൈ പോലീസ്, നേരറിയാൻ CBI, ഒരു യമണ്ടൻ പ്രേമകഥ, പത്തേമാരി, പ്രേതം, പ്രേമം, പുതിയ നിയമം, പുതിയ മുഖം എന്ന് തുടങ്ങി നമ്മൾ കേട്ട് പരിചയമുള്ള, ഒരു പക്ഷേ ചിലപ്പോൾ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ ഓർമ്മയിൽ, പ്രത്യേകിച്ച് നമ്മൾ കണ്ടിട്ടുള്ള പല ചിത്രങ്ങളിലും എപ്പോഴെങ്കിലും നമ്മൾ ഈ ഒരു ഇടം നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടാകാം. സോ ധാരാളം സിനിമകൾ ക്യാപ്ചർ ചെയ്തു പോയ ഒരു മനോഹരമായൊരിടമാണ് ഇല്ലിത്തോട് ഇക്കോ ടൂറിസം പ്രോജക്റ്റിൻ്റേത്. ഇല്ലിത്തോട് ഇക്കോ ടൂറിസം പ്രോജക്റ്റ് എന്ന് പറയുന്നത്, ഇല്ലിത്തോട് ഒരു ചെറിയൊരു ഗ്രാമമാണ്. നമ്മൾ മറ്റുള്ള സ്ഥലങ്ങൾ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ ഹോട്ടൽസോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സോ ഒന്നും തന്നെ ഇവിടെ ഇല്ല. നഗരത്തിൻ്റെ ആ ഒരു തിരക്കിൽ നിന്ന് മാറി ശാന്തമായ ഒരിടം, സമാധാനമായ ഒരിടം, അതോടൊപ്പം തന്നെ പ്രകൃതിയുടെ ഭംഗി ഒട്ടും ചോർന്നു പോകാതെ തന്നെ അത് വളരെ കൃത്യമായിട്ട് ഒപ്പിയെടുത്ത ഒരിടമാണ് ഇല്ലിത്തോട് ഇക്കോ ടൂറിസം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഫോർട്ട് കൊച്ചിയിൽ നിന്നും ഏകദേശം 60 കിലോമീറ്റർ മാറിയാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഇടമാണ് ഇല്ലിത്തോട് ഇക്കോ ടൂറിസം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മറുകരയിലാണ് മലയാറ്റൂർ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ആന വളർത്തൽ കേന്ദ്രമായ കോടനാട് എന്നിവ സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് ഏകദേശം 60 കിലോമീറ്റർ താണ്ടിയാണ് നമുക്ക് മറൈൻ ഡ്രൈവിലേക്ക് പോകാൻ സാധിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുമ്പം ഈ ഒരു ഇടം വരുമ്പോൾ പല സ്ഥലങ്ങളിലും മഹാഗണി മരങ്ങൾ കൊണ്ട് റിച്ച് ആയിട്ടുള്ളൊരിടമാണ്. അതുപോലെ പല സ്ഥലങ്ങളിലും ബാമ്പു കൊണ്ടുള്ള ഇരിപ്പിടങ്ങളുണ്ട്. അതുപോലെ തന്നെ പല ബെഞ്ചസ് ഉണ്ട്. നമ്മൾ കാണുമ്പോൾ തന്നെ ആ ഒരു ഭംഗി, ആ ഒരു പുഴ ഇങ്ങനെ ഒഴുകി പോകുന്ന ഭംഗിയും വളരെ പ്രകടമാണ്. പ്രത്യേകിച്ചും മലയുടെ ആ ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഡെൻസ് ഫോറസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മറുകര തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അവിടെ ഇതേപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു മനോഹരമായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വാക്കുകൾക്ക് അതീതമാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും നമ്മൾ വിവരിക്കാൻ പോയാൽ. ഈ ഒരു ഇടം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും തേക്കും മഹാഗണിയും. ഇത് മാത്രമാണ് ഈ ഒരു ഇടത്തിലെ നമ്മൾ നോക്കിയാൽ കാണാൻ സാധിക്കുന്നത്. സോ അത്രത്തോളം അത് കാത്ത് പരിപാലിക്കുന്നു. ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിൽ ഇത് വളരെ നന്നായിട്ട് അത് പരിപാലിച്ച് മുമ്പോട്ട് പോവുകയാണ്. ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്
ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഈ മരത്തിൻ്റെ വേരുകൾ ഇങ്ങനെ താഴോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നല്ല ഒരു കുളിർമ ഫീൽ ചെയ്യുകയാണ് നമ്മൾ ഈ ഒരു ഭാഗത്തോടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ. ഇത് ഇല്ലിത്തോട് ഇക്കോ ടൂറിസം പ്രൊജക്റ്റിൻ്റെ മാത്രമായ ഒരു പ്രത്യേകതയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ മഹാഗണി അതുപോലെ തേക്ക് മരങ്ങളുടെ ഒരു കലവറയാണ്. പല സ്ഥലങ്ങളിലും നോക്കിയാൽ കാണാം ഇത്രയധികം മരങ്ങൾ അവർ വെച്ച് പിടിപ്പിച്ച് വളരെ ഭംഗിയായിട്ട് അത് കാത്തു പരിപാലിക്കുകയാണ്. നമ്മളിങ്ങോട്ട് കയറുമ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും കിളികളുടെ ശബ്ദങ്ങളൊക്കെ കേൾക്കാമല്ലോ. പലപ്പോഴും നമ്മൾ ഒരു ശാന്തമായിട്ടുള്ളൊരിടം നമ്മൾ അന്വേഷിച്ച് നടക്കാറുണ്ട്. പ്രത്യേകിച്ചും ഒരു ടെൻഷൻ നിറഞ്ഞ ഈ ഒരു ജീവിതത്തിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ എവിടെ ഞാൻ പോകും എന്ന് കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നവർക്ക് ചിലവഴിക്കാൻ പറ്റിയ നല്ലൊരിടമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കണ്ടത് ഇല്ലിത്തോട് ഇക്കോ ടൂറിസം പ്രൊജക്റ്റിൻ്റെ ഭംഗിയാണ്. ഒരുപാട് ദൈർഘ്യമുള്ള വീഡിയോ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഭംഗികളെല്ലാം തന്നെ ആസ്വദിക്കാൻ സാധിച്ചു എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോ കൊണ്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇത് ബ്രൈറ്റ് നാവിഗേറ്റർ നിങ്ങൾക്കായിട്ട് സമർപ്പിച്ചത് സ്മാർട്ട് ബിറ്റി കൊച്ചി. താങ്ക് യു.